പണ്ട് ധ്യാന്റെ കൈ നോക്കിയിട്ട് ട്രിവാൻഡ്രത്തുള്ള ഏതോ ഒരു ആള് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയോ ഇവരെടുത്ത് ഇവൻ പോയി ഡയലോഗ് അടിച്ചു. അല്ലല്ല, അതെങ്ങനെ അറിയാമോ? അവര് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാനും എന്റെ കൂട്ടുകാരനും കൂടെ പോയി അവന്റെ സമയം നോക്കാൻ പോയതാ. അവനേക്കാളും മോശം സമയത്ത് ഞാൻ ഇരിക്കുന്നത്. അവന്റെ ഫ്യൂച്ചർ എന്താണെന്ന് പറഞ്ഞിട്ട് അവന്റെ കൂടെ ഞാൻ പോയതാ. അവന്റെ അമ്മ പറഞ്ഞു വിട്ടിട്ടാണ് ഞാൻ അവന്റെ കൂടെ പോകുന്നത്. അപ്പൊ ഇവര് ഇങ്ങനെ പറഞ്ഞു നോക്കി. അപ്പൊ ഇവര് ആക്ച്വലി മറ്റേ ഇവര് മുഖം നോക്കിയിട്ടൊക്കെയാണ് കാര്യം പറഞ്ഞത്. മുഖസ്തുതി ചില ആൾക്കാർ പറയും, ഇതാണ് പഠിക്കാനുള്ളേ, എന്താ ചെയ്യുന്നതൊക്കെ ചോദിച്ചു. അപ്പൊ ഇവരിങ്ങനെ ഓരോ കഥയൊക്കെ നമ്മൾ ഇങ്ങനെയാണ് ഈ കാലം കുറച്ചുകൂടെ ശ്രദ്ധിക്കണം, വീട്ടിൽ ഇങ്ങനെ നടന്നാൽ പറ്റില്ല, നീ നിന്നെ ആശ്രയിച്ചാണ് അച്ഛനും കുടുംബമൊക്കെ ജീവിക്കുന്നത്, ഇങ്ങനെ പഠിക്കണം, പഠനത്തിൽ ശ്രദ്ധിക്കണം. റാൻഡമായിട്ട് പറയുന്ന സമയത്ത് ഇവർ പെട്ടെന്ന് ഒരു കഥ പറഞ്ഞു. ഇങ്ങനെ ഇവർ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഇവരുടെ ഒരു കഴിവ് മുഖം നോക്കിയിട്ടല്ലേ പറയണേ, കൈ നോക്കിയിട്ട് പോലും അതൊന്നും കാണിച്ചിട്ടില്ല. പെട്ടെന്ന് ഇവർ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഇവിടെ എൻ്റെ ക്ലയന്റ് എപ്പോഴും വരുന്ന ഒരാൾ ഹൈദരാബാദിൽ നിന്ന് വന്നു, അവന് സ്റ്റേജ് 4 ക്യാൻസർ ആയിരുന്നു. അപ്പോൾ അവനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി കാരണം ഇപ്പം അടുത്ത് അവൻ അറിയേണ്ടത് എപ്പം മരണം സംഭവിക്കും എന്നുള്ള അറിയാൻ ഓൾറെഡി പുള്ളിക്ക് അറിയാമായിരിക്കണം. പക്ഷെ അവർ 2 ദിവസം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം അവൻ്റെ മരണം ഞാൻ മുൻകൂട്ടി കണ്ടു. അവർക്ക് കിട്ടിയത്രേ, കാര്യം അറിയാം. പക്ഷെ ഞാൻ അവനോട് പറഞ്ഞില്ല. അപ്പോൾ പിന്നെ കറക്റ്റ് ഒരാഴ്ച 6 ദിവസം കഴിഞ്ഞ് 7ാമത്തെ ദിവസം അയാൾ മരിച്ചു. എനിക്ക് അവിടെ നിന്ന് വിളി വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, അവൻ വിളിച്ച് പറഞ്ഞു അവൻ മരിച്ചു എന്ന്. അപ്പൊ അവര് ധ്യാനോട് എന്താ പറഞ്ഞറിയോ, മോനെ നാക്കാണ് നിന്റെ നാഗം. എന്നോട് പറഞ്ഞു, മോനെ നാക്കാണ് നിന്റെ നാഗം. ആ നാഗത്തിനെ വെച്ചിട്ടാണ് നിങ്ങൾ എല്ലാവരും പരിപാടി ചെയ്യുന്നത്.